നമസ്കാരം, എല്ലാവർക്കും ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BFOന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു പോർഷൻ ആണ്, ഇന്ത്യൻ വന നിയമം 1927. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംപീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായ വർഷം, ആദ്യമായിട്ട് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1864. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നിലവിലുള്ളപ്പോഴായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന നിയന്ത്രണം സംബന്ധിച്ച് നിലവിൽ വന്ന ആദ്യത്തെ സുപ്രധാന നിയമം ഏതാണ്? ഇന്ത്യൻ വന നിയമം. ബ്രിട്ടീഷ് ഭരണകൂടം എല്ലാ തരിശുഭൂമികളുടെയും പരമാധികാരം ഏറ്റെടുക്കാൻ കാരണമായ നിയമമാണ് ഇത്. ഇന്ത്യൻ വന നിയമം 1878. ബ്രിട്ടീഷ് ഭരണകൂടം എല്ലാ തരിശുഭൂമികളുടെയും പരമാധികാരം എടുക്കാൻ കാരണമായ നിയമം. 1927 നിലവിൽ വന്ന ഇന്ത്യൻ വന നിയമം ബ്രിട്ടീഷുകാരുടെ കീഴിൽ നടപ്പിലാക്കിയ മുൻ വന നിയമങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ ഉള്ളതായിരുന്നു. 1878 വന നിയമവും 1927 വന നിയമവും വനവിസ്തൃതിയുള്ള പ്രദേശങ്ങൾ ഏകീകരിക്കാനും കരുതൽ നൽകാനും സഹായിച്ചു. ഓക്കെ, ഇതിൽ രണ്ടിലും സിമിലർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനവിസ്തൃതിയുള്ള പ്രദേശങ്ങൾ ഏകീകരിക്കാനും കരുതൽ നൽകാനുമാണ് രണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വന്യജീവികൾ, വനോൽപ്പന്നങ്ങളുടെ ശേഖരണം എന്നിവ നിയന്ത്രിക്കുന്നതിനും തടിക്കും മറ്റ് വന ഉൽപ്പന്നങ്ങൾക്കും ചുമത്തേണ്ട നികുതിയും മറ്റും നിയന്ത്രിച്ചു. എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, വനവിസ്തൃതിയുള്ള പ്രദേശങ്ങൾ ഏകീകരിക്കാനും കരുതൽ നൽകാനും സഹായിച്ചു. കൂടാതെ വന്യജീവികൾ, വനോൽപ്പന്നങ്ങളുടെ ശേഖരണം എന്നിവ നിയന്ത്രിക്കുന്നതിനും തടിക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കും ചുമത്തേണ്ട നികുതിയും നിയന്ത്രിച്ചത് ഏതാണ്? ഈ രണ്ട് വന നിയമങ്ങളായിരുന്നു. ഒരു പ്രദേശം റിസർവ് ഫോറസ്റ്റ്, സംരക്ഷിത വനം, വില്ലേജ് ഫോറസ്റ്റ് എന്നിവ പ്രഖ്യാപിക്കുന്നതിന് പാലിക്കേണ്ട നടപടികളെ കുറിച്ച് പരാമർശിക്കുന്ന നിയമമാണ് ഇത്, ഇന്ത്യൻ വന നിയമം. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഇന്ത്യൻ വന നിയമം 1927 പ്രത്യേകതകളാണ്. ഒരു പ്രദേശം റിസർവ് ഫോറസ്റ്റ്, സംരക്ഷിത വനം, വില്ലേജ് ഫോറസ്റ്റ് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നതിനും പാലിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ചും പരാമർശിക്കുന്ന നിയമമാണ് ഇത്, ഇന്ത്യൻ വന നിയമം 1927. റിസർവ് വനത്തിനുള്ളിൽ നിരോധിക്കപ്പെട്ട പ്രവർത്തികൾ എന്തൊക്കെയാണെന്നും നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് ചുമത്താവുന്ന പിഴകൾ എന്നിവയെ കുറിച്ചും 1927 ഇന്ത്യൻ വന നിയമം പ്രതിപാദിക്കുന്നു. ഒന്ന്, വനത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത്, അഥവാ അങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പിഴകളാണ് ചുമത്തേണ്ടത്. പിന്നെന്താണ്, റിസർവ് ഫോറസ്റ്റ്, സംരക്ഷിത വനം, വില്ലേജ് ഫോറസ്റ്റ് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നതും അതിന്റെ നടപടിക്രമങ്ങളും പറയുന്നത് ഇന്ത്യൻ വന നിയമം 1927. മരങ്ങളുടെ ആധിക്യമുള്ള പ്രദേശം, പാരിസ്ഥിതികപരമായിട്ട് നമ്മൾ വനങ്ങൾക്ക് കൊടുക്കുന്ന നിർവചനം. പക്ഷെ നിയമപരമായിട്ട് കൊടുക്കുന്ന നിർവചനം എന്താണ്? 1927 ഫോറസ്റ്റ് ആക്ട് പ്രകാരം വിജ്ഞാപനം ചെയ്ത പ്രദേശം. പാരിസ്ഥിതികമായിട്ട് നമ്മൾ പറയുന്നത് മരങ്ങളുടെ ആധിക്യമുള്ള പ്രദേശം എന്നും, നിയമപരമായിട്ട് പറയുന്നത് എന്താണ്? 1927 ഇന്ത്യൻ വന നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള പ്രദേശം എന്നുമാണ്. ഓക്കെ, 1927 വന നിയമത്തിൽ 13 അധ്യായങ്ങളും 86 സെക്ഷനുമായിരുന്നു ഉണ്ടായിരുന്നത്. 1927 നിലവിൽ വരുമ്പോൾ അതിന് എത്രയായിരുന്നു? 13 അധ്യായങ്ങളും 86 സെക്ഷൻസുമാണ്. 1947 ഭേദഗതി പ്രകാരം സെക്ഷൻ 86 നീക്കം ചെയ്തതോടെ മൊത്തം 85 സെക്ഷനുകളാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യൻ വന നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വന നിയമം ലക്ഷ്യം വെക്കുന്നത് താഴെ പറയുന്നവയാണ്. അപ്പോ എന്തൊക്കെയാണ് ഇനി വന നിയമം ലക്ഷ്യം വെക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. ഒന്ന്, 33% വനവിസ്തൃതി ഉറപ്പാക്കുക. എത്ര ശതമാനമാണ്? 33%. പാരിസ്ഥിതിക സന്തുലനം തകരാറിലായ സ്ഥലങ്ങളിൽ പാരിസ്ഥിതിക സ്ഥിരത നിലനിർത്തുകയും വനങ്ങൾ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുക. പാരിസ്ഥിതിക സന്തുലനം തകരാറിലായെടുത്ത് വനങ്ങളെ സംരക്ഷിക്കുകയും അത് പുനർജീവിപ്പിക്കുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം. രാജ്യത്തിന്റെ പ്രകൃതി പൈതൃകം, ജൈവ വൈവിധ്യം, ജനിതക സഞ്ചയനം എന്നിവ സംരക്ഷിക്കുക. രാജ്യത്തിന്റെ പ്രകൃതി പൈതൃകം, ജൈവ വൈവിധ്യം, ജനിതക സഞ്ചയനം എന്നിവ സംരക്ഷിക്കുക. നാലാമത്തെ പോയിന്റ്, മണ്ണൊലിപ്പും മരുഭൂവൽക്കരണവും തടയുക, വെള്ളപ്പൊക്കവും വരൾച്ചയും കുറയ്ക്കുക. ഓക്കെ, അഞ്ചാമത്തെ എന്താണ്? തരിശുഭൂമിയിൽ സാമൂഹിക വനവൽക്കരണവും കൃഷിയുടെ വനവൽക്കരണവും നടത്തി വനവിസ്തൃതി വർദ്ധിപ്പിക്കുക. ഓക്കെ, വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ജീവജാലങ്ങൾക്ക് ആഹാര ലഭ്യത, കാലിത്തീറ്റ ലഭ്യത എന്നിവ ഉറപ്പുവരുത്തുക. വിറക്, തടി എന്നിവയുടെ ലഭ്യതയ്ക്കായി
വനത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. വിറകിനു പകരമുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ഈ വിറകിനു വേണ്ടി മരങ്ങൾ മുറിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് മറ്റ് ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത്. 7ാമത്തെ പോയിന്റ്, വനവൽക്കരണത്തിനുള്ള ജനകീയ ബോധവൽക്കരണ കൂട്ടായ്മയിൽ സ്ത്രീകളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. മരം മുറി തടയുക, നിലവിൽ വനത്തിനു മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുക. ഓക്കെ, ഈ വനവൽക്കരണത്തിനുള്ള ജനകീയ ബോധവൽക്കരണ കൂട്ടായ്മയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക, മരം മുറി തടയുകയും നിലവിലുള്ള വനത്തിനു മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് 7ാമത്തെ പോയിന്റ്. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ വന നിയമം 1927 ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ്. നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് BFO സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നോട്ട്സ് ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. മാത്രമല്ല 10th 12th ഡിഗ്രി ലെവലിന്റെ കംപ്ലീറ്റ് നോട്ടുകളും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 5% എക്സ്ട്രാ ഓഫറിന് വേണ്ടി ധനയ ഡിസ്കൗണ്ട് 05 എന്ന് 89 21 33 16 09 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ ഓഫറോട് കൂടി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത പോർഷൻസിലേക്ക് പോകാം. എന്തൊക്കെയാണ് വന നിയമം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിൽ? അതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? സാമൂഹിക വനവൽക്കരണം. പാരിസ്ഥിതിക സാമൂഹിക ഗ്രാമവികസനങ്ങൾ ലക്ഷ്യമാക്കി തരിശുഭൂമിയിൽ വനവൽക്കരണവും വനസംരക്ഷണവും വനപരിപാലനവുമാണ് സാമൂഹിക വനവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരിസ്ഥിതിക സാമൂഹിക ഗ്രാമവികസനങ്ങൾ ലക്ഷ്യമാക്കി തരിശുഭൂമിയിൽ വനവൽക്കരണവും വനസംരക്ഷണവും വനപരിപാലനവും നടപ്പിലാക്കുക എന്നതാണ് സാമൂഹിക വനവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയ കാർഷിക കമ്മീഷൻ സാമൂഹിക വനവൽക്കരണത്തെ നഗര വനവൽക്കരണം, ഗ്രാമീണവൽക്കരണം, കൃഷിയിടവൽക്കരണം എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, സാമൂഹിക വനവൽക്കരണത്തിലെ എത്രയായി തരംതിരിക്കുന്നു? 3ആയിട്ട് തരംതിരിക്കുന്നു. എന്താണ്? നഗര വനവൽക്കരണം, ഗ്രാമീണ വനവൽക്കരണം, കൃഷിയിട വനവൽക്കരണം. അപ്പൊ എന്താണ് നഗര വനവൽക്കരണം? നഗര കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലത്തും സ്വകാര്യ സ്ഥലത്തും മരങ്ങളുടെ പരിപാലനവും വൃക്ഷത്തൈ നടുന്നതുമാണ് നഗരവൽക്കരണം. നഗര കേന്ദ്രങ്ങളിൽ നമ്മൾ പൊതുവായിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ചെടികൾ പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതാണ് നമ്മൾ നഗര വനവൽക്കരണത്തിൽ ഉദ്ദേശിക്കുന്നത്. നഗരങ്ങളിലെ ഹരിതവൽക്കരണം, പാർക്കുകൾ, റോഡരികുകളിലെ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, വ്യാവസായിക വാണിജ്യ കേന്ദ്രങ്ങളിലെ ഹരിതവൽക്കരണം തുടങ്ങിയവയാണ് നഗരവൽക്കരണത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ്? നഗരങ്ങളിലെ ഹരിതവൽക്കരണം, പാർക്കുകൾ, റോഡരികുകൾ എന്നിവയിൽ തണൽ മരങ്ങൾ സ്ഥാപിക്കൽ, പിന്നെ വ്യാവസായിക കേന്ദ്രങ്ങളിലെ ഹരിതവൽക്കരണം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇനി ഗ്രാമവനവൽക്കരണം എന്താണെന്ന് നോക്കാം. കാർഷിക വിളകൾക്കൊപ്പം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതുവഴി കൃഷി സ്ഥലങ്ങളിലെ ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് കാർഷിക വനവൽക്കരണം. ഓക്കെ, അഗ്രോ ഫോറസ്ട്രി. സമൂഹ വനവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാണ്. അത് എവിടെയൊക്കെ ആകാം? ഗ്രാമീണ പുൽമേടുകളിൽ, ആരാധനാലയങ്ങൾക്ക് ചുറ്റും, റോഡരികുകളിൽ, കനാൽ തീരങ്ങൾ, റെയിൽവേ ലൈൻ അരികുകൾ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ വനവൽക്കരണം സാധ്യമാക്കുക. കൃഷിഭൂമിയിൽ തന്നെ വാണിജ്യേതര ആവശ്യങ്ങളെ മുൻനിർത്തി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് കൃഷിയിട വനവൽക്കരണം, ഫാം ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫാം ഫോറസ്ട്രി? വാണിജ്യേതര ആവശ്യങ്ങളെ മുൻനിർത്തി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൃഷിയിട വനവൽക്കരണം അഥവാ ഫാം ഫോറസ്ട്രി. ഓക്കെ, നമ്മളപ്പോ ഇന്ത്യൻ വന നിയമത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ നോക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്കില് കുറച്ചുകൂടി പോർഷൻസ് ഒക്കെ നോക്കി പോകാവുന്നതാണ്. അപ്പൊ ഇത്രയും പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റു കേരള PSC സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്